മന്ത്രിസഭാ സമിതി രൂപീകരിക്കും. എന്തിനാണ്? നികുതിയേതര വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ. അപ്പൊ അത് ഒരു നിരീക്ഷണം നടത്തുന്നു എന്ന് പറയുന്നത് ശരിയാണ്. അപ്പൊ എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിന്റെ സഹമന്ത്രിമാരോടും അഭ്യർത്ഥിക്കുവാനുള്ളത്, നിങ്ങൾ 2011-12 പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ട് നോക്കുക. അതായത് ഉമ്മൻചാണ്ടി സർക്കാർ കാലത്തെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ട് നമ്പർ 2 2011-12, അതായത് 3ാം പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയുടെ 2ാം റിപ്പോർട്ടാണ് 2011-12. ആ റിപ്പോർട്ടിന്റെ 37ാം പേജ് മുതൽ 63ാം പേജ് വരെ, ഞാൻ ആവർത്തിക്കുകയാണ്, 37ാം പേജ് മുതൽ 63ാം പേജ് വരെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ നികുതിയിതര വരുമാനം, അതായത് നോൺ ടാക്സ് റവന്യൂ, അതിനെ സംബന്ധിച്ച ഒരു സമഗ്രമായ പഠനമുണ്ട്. ആ സമഗ്രമായ പഠനം എടുത്തു നോക്കി അതിനനുസരിച്ച് മാണി സാറ് നികുതി പിരിവിൽ കാർക്കശ്യം കാണിച്ചതുകൊണ്ട്, അതായത് 2010-11 നികുതിയിതര വരുമാനം വെറും 6% മാത്രമായിരുന്നു കേരളത്തില്. അത് 2013 ആയപ്പോഴേക്കും 13% ഉയർത്താൻ ബഹുമാനപ്പെട്ട മാണി സാറിന് കഴിഞ്ഞു. അത് ആ റിപ്പോർട്ട് അനുസരിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ്. ആ റിപ്പോർട്ട് എടുത്തു നോക്കിയാൽ സർക്കാരിന് വളരെ എളുപ്പം നികുതിയേതര വരുമാനങ്ങൾ എവിടെയൊക്കെയാണ് തട്ടിത്തടഞ്ഞു നിൽക്കുന്നത്, അതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിച്ചെടുക്കാൻ കഴിയുന്നത് എന്നതിലേക്ക് വെളിച്ചം വീശുന്നതാണ് ആ റിപ്പോർട്ട്. അതനുസരിച്ച് പോയാൽ വലിയ പണിയൊന്നും ചെയ്യാതെ, അതായത് 36 വളരെ പ്രധാനപ്പെട്ട നികുതിയേതര വരുമാന മേഖലകളുണ്ട്. ആ 36 മേഖലയിലും വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചാല്, ഇപ്പൊ ഉദാഹരണം ഫീസുകളുടെ കാര്യം തന്നെ ഒന്ന് എടുക്കാം നമുക്ക്. അതായത് സ്വാശ്രയ മെഡിക്കൽ കോളേജസ് തുടങ്ങിയ സമയത്ത് സ്വാശ്രയത്തിൽ എത്ര മെഡിക്കൽ ഫീസ് വാങ്ങണം, അതുപോലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലും എയ്ഡഡ് സെക്ടർ എഞ്ചിനീയറിംഗ് കോളേജിൽ എത്ര മേടിക്കണം എന്ന് പഠിക്കാൻ വേണ്ടി മുഹമ്മദ് ഷാ എനിക്ക് തോന്നുന്നു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തു. കമ്മിറ്റി പറഞ്ഞ അന്ന് തീരുമാനിച്ച തരത്തിലുള്ള 25,000 രൂപ മെഡിക്കൽ ഫീസ്, അതുപോലെ എഞ്ചിനീയറിംഗിന് ഓരോ മേഖലകളുടെയും ഫീസ്. അതേ സമയത്ത് 1 ലക്ഷമായിരുന്നു സ്വാശ്രയത്തിന് നിശ്ചയിച്ചത്. സ്വാശ്രയ മെഡിക്കൽ കോളേജൊക്കെ എത്ര 20 ലക്ഷം, അതിനേക്കാൾ കൂടി 1 കോടി എന്ന രീതിയിലൊക്കെ ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോടതി ഇടപെട്ട് തന്നെ വലിയ വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേ സമയത്ത് അന്ന് ഫിക്സ് ചെയ്ത ഫീസാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന എയ്ഡഡ് സെക്ടറിലും. അതിലൊരു ഹൈക്ക് ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും അത് ഒരിക്കലും തെറ്റല്ല. അത് മാത്രമല്ല, അതിലൊരു ഹൈക്ക് ഉണ്ടാക്കുമ്പോൾ, ഒരു വർധനവ് വരുത്തുമ്പോൾ തന്നെ SC ST പാവപ്പെട്ട കുട്ടികൾ അവരുടെയൊക്കെ ഇൻകം നോക്കി ഇളവ് കൊടുക്കുകയും ചെയ്യാവുന്ന. അപ്പൊ നീതി നിർവഹണത്തോടു കൂടി തന്നെ വരുമാന സമാഹരണം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു മാർഗമാണ് അത്. അതുപോലെ മറ്റൊന്നുണ്ട്, ഡയഗ്നോസ്റ്റിക് സർവീസസ്. ഏത് തരത്തിലുള്ള പരിശോധന, എല്ലാ തരം പരിശോധനയ്ക്കും സർക്കാർ ലബോറട്ടറികളിൽ മേടിക്കുന്നത് പുറത്ത് മേടിക്കുന്നതിന്റെ 10% മുതൽ 40% വരെയാണ്. അതിൽ ഇത്തിരി മാറ്റം വരുത്താം. അതിലൊരു സ്വല്പം മാറ്റം വരുത്തിയാൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകും. അതുപോലെ അലക്സാണ്ടർ ജേക്കബ് DGP ആയി, ജയിൽ DGP ആയിരുന്നപ്പോൾ ചിക്കനും ചപ്പാത്തിയും വിറ്റ് ഉണ്ടാക്കിയ വരുമാനം ഞങ്ങളുടെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ നോൺ ടാക്സ് റവന്യൂ റിപ്പോർട്ടില്. അതുപോലെ എത്ര ജയിലുകളാണ് നമുക്കിവിടെ ഉള്ളത്? 3 സെൻട്രൽ ജയിലുകളുണ്ട്, നിരവധി സബ് ജയിലുകളുണ്ട്. ഈ ജയിലുകളിലൊക്കെ ഇഷ്ടം പോലെ വസ്തുക്കളുണ്ട്. അവിടെയൊക്കെ അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കണം, അവരെ കൊണ്ട് മൈക്രോ എന്റർപ്രൈസസ് നടത്തിക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കും പുറത്തിറങ്ങുമ്പോൾ അവർക്ക് ജീവിക്കാൻ, കൊള്ളത്തരത്തിനും കള്ളത്തരത്തിനും പോകാതെ ജീവിക്കാൻ ഒരു മാർഗമായി. അതുപോലെ ഫോറസ്റ്റ്, മുട്ടിൽ മരമുറിയും രത്നഗിരി മരമുറിയും നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ഈ കള്ള മരമുറിയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഫോറസ്റ്റിലെ റവന്യൂ വർദ്ധിപ്പിക്കാനുള്ള 100 മാർഗങ്ങൾ ഞങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ക്വാറി മാഫിയ. ക്വാറി മാഫിയ തളയ്ക്കാൻ പറ്റിയാൽ തന്നെ കേരളം കടക്കണിയിൽ നിന്ന് അന്ന് രക്ഷപ്പെടും. ഇപ്പോ ക്വാറി മാഫിയ ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? ഒരുപാട് കഥകൾ എനിക്കറിയാം ക്വാറി മാഫിയയെ പറ്റി. പക്ഷെ ഞാൻ ഇപ്പൊ അതൊന്നും അനാവരണം ചെയ്യുന്നില്ല. ക്വാറി നടക്കുന്ന ലോക്കൽ പോലീസുമായിട്ട്, രാഷ്ട്രീയ പാർട്ടികളുമായിട്ട്, എല്ലാവരുമായിട്ട് ഗൂഢ ലക്ഷ്യങ്ങളും വെച്ച് പ്രവർത്തനങ്ങളും ഉണ്ട്. അങ്ങനെയാണ് സർക്കാരിന്റെ പണം പോകുന്നു, ക്വാറി ഇല്ലാതെയാകുന്നു, അങ്ങനെ പരിസ്ഥിതി മോശമാകുന്നു. പക്ഷെ സർക്കാർ ഖജനാവ് ശോഷിച്ച് തന്നെ ഇരിക്കുന്നു. ആ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ ഞങ്ങളുടെ ആ റിപ്പോർട്ട് എടുത്തു നോക്കിയിട്ട് അതിനകത്ത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു ലോഡ് ക്വാറിക്ക് ഒറ്റ പാസ്, ആ പാസ് അതോടെ ലാപ്സ് ആകണം.
അടുത്ത ലോഡ് കല്ല് ഇറക്കണമെങ്കിൽ അടുത്ത പാസ് എടുക്കണം. അങ്ങനെ വരുമ്പോൾ ഒരു ലോഡ് കല്ല് പോലും അനധികൃതമായിട്ട് കടത്തിക്കൊണ്ടു പോകില്ല. കടത്തിക്കൊണ്ടു പോകുന്ന ഓരോ ലോഡ് കല്ലിന്റെയും വിഹിതം സർക്കാർ ഖജനാവിൽ എത്തിച്ചേർന്നിരിക്കും. ഡിജിറ്റലാണ് എന്ന് പറഞ്ഞാൽ പോരാ, അത് പ്രാവർത്തികമാക്കാനും കൂടി ശ്രമിക്കണം. അങ്ങനെ ഗവൺമെന്റ് പ്ലാൻ ബിയിലേക്ക് പോകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ പ്ലാൻ ബിയിൽ പെട്ടതാണ് ഇത് എങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ആ നോൺ ടാക്സ് റവന്യൂ സോഴ്സസ് ഒന്ന് നോക്കുക. ഈ വകുപ്പ് മാറ്റല് CAGയുടെ റിപ്പോർട്ട് എടുത്തു നോക്കിയാൽ മുഴുവനും വകമാറ്റലാണ് പറഞ്ഞിരിക്കുന്നത്. വകമാറ്റലും അതുപോലെ ഒരുപാട് തിരിമറികളുടെ കഥയാണ് CAG റിപ്പോർട്ട് പറയുന്നത്. അതൊക്കെ ഒന്ന് നോക്കി പരിശോധിച്ച് സർക്കാർ സർവീസിനെയും എയ്ഡഡ് സെക്ടർ സർവീസിനെയും നിലയ്ക്ക് നിർത്തി കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ പറ്റുമെങ്കിൽ പ്ലാൻ ബിയിലേക്ക് പോകേണ്ട ബഹുമാനപ്പെട്ട സർക്കാരെ നേരെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നതിന്റെ ഇരട്ടി കാര്യങ്ങൾ നടത്താനുള്ള റവന്യൂ സമാഹരണം ഇവിടെ നിന്ന് തന്നെ സാധ്യമാണ്. പാവപ്പെട്ടവരിൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെ ഈ പറയപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷനൊക്കെ കൃത്യമായിട്ട് കൊടുക്കാനുള്ള സാധ്യതകൾ ഈ നാട്ടിൽ തന്നെ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നു. കണ്ടില്ലെന്ന് നടിക്കരുത്, കണ്ടെന്ന് വരുത്തുകയും കൃത്യമായിട്ട് അത് സമാഹരിക്കുകയും ചെയ്യുക.